അനുദിനം നമുക്ക് ശക്തിയെ പുതുക്കുവാൻ കൃപ തരുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 56 വയസ്സ് വരെ ജീവിക്കുകയും പിന്നീടത് പിന്നിട്ടുകയും ചെയ്യുന്ന പ്രിയ സഹോദരന്മാരാണ് എൻ്റെ മുമ്പിലുള്ളത്. ഇനി എത്ര വർഷങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ധാരാളം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം, നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ എന്ത് ശേഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഹെറിറ്റേജ് എന്ന് ചിലപ്പോൾ പറയും, ലെഗസി എന്ന് ഇംഗ്ലീഷിൽ പറയും, പൈതൃകം എന്നുള്ള വാക്ക് പ്രിയപ്പെട്ട സഹോദരന്മാർ പ്രിൻ്റ് ചെയ്തു. പൈതൃകം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് ശേഷിപ്പിച്ചിട്ടാണ് പോകുന്നത്? കുറച്ച് നാൾ ഇവിടെ ജീവിച്ചു, തിന്നു കുടിച്ചു, മക്കളെയൊക്കെ പഠിപ്പിച്ചു, അവർ നല്ല ജോലിയിലായി, വീടൊക്കെ പണിതു. ഇത്രയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം. പിന്നെ അതിലൊരു നല്ല ഭാഗം വഴക്കടിക്കാനാണ് ഉപയോഗിച്ചത്. എന്താണ് നമ്മൾ ജീവിതത്തിൽ ശേഷിപ്പിക്കുന്നത്? വാട്ട് ഈസ് ദ ഹെറിറ്റേജ് വി ആർ ലീവിങ്? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ശാസ്ത്രീയമായുള്ള ടെക്നോളജിക്കുള്ള നന്മകൾ ധാരാളം നമ്മുടെ പുറകിലുണ്ട്. ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരുപാട് പേര് അധ്വാനിച്ചിട്ടുണ്ട്. അവരെല്ലാവരും വിശ്വാസികളൊന്നുമല്ല. എന്നാൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമിട്ട് അനേകർ വിശ്വാസികളായിരുന്നു. അവരുടെയൊക്കെ അധ്വാനത്തിൻ്റെ നന്മ നമ്മൾ തിന്നുന്നുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് ആത്മീകമായിട്ടുള്ള എന്ത് പൈതൃകമാണ് നമ്മൾ ശേഷിപ്പിക്കുന്നത്. ദൈവം നോക്കുമ്പോൾ കൊള്ളാം, ഇവന് ഞാനൊരു ജീവിതം കൊടുത്തു, ഇവൾക്കൊരു ജീവിതം കൊടുത്തു, അവളത് നന്നായിട്ട് ചെയ്തു, അവനത് നന്നായിട്ട് ചെയ്തു, ഇത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചു, അത് ചെയ്തു തീർത്തു. അപ്പോൾ ഒരു ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്കുള്ള സന്തോഷം നമ്മളെത്ര പ്രസംഗിച്ചു എന്നുള്ളതല്ല, നമ്മളെത്ര അധ്വാനിച്ചു എന്നുള്ളതല്ല. കർത്താവ് നമ്മുടെ മുഖത്ത് നോക്കി പറയണം, കൊള്ളാം, നല്ല ദാസനെ, നല്ല ദാസി, നീ വിശ്വസ്തനായിരുന്നു. അപ്പോൾ അത് അന്ന് സാധിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിലൊരു കാര്യമാണ് ഇന്ന് എന്നോട് സംസാരിക്കാനായിട്ട് പറഞ്ഞത്. അതിതാണ്, ജ്ഞാനത്തിലും പ്രായോഗികതയിലുമുള്ള പക്വത കൈമാറ്റം ചെയ്യുന്ന വിശുദ്ധന്മാർ. ജ്ഞാനത്തിലും പ്രായോഗികതയിലുമുള്ള പക്വത കൈമാറ്റം ചെയ്യുക. അപ്പോൾ കൈമാറ്റം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ധാരാളം അറിവ് ദൈവം തന്നിട്ടുണ്ട്, അനുഭവപരിചയം തന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ ചെയ്താണ് പഠിച്ചത്, ചില കാര്യങ്ങൾ പരാജയങ്ങളിലൂടെയാണ് നമ്മൾ പഠിച്ചത്. ഇതെല്ലാം അനുഭവ സമ്പത്താണ്. ഈ അനുഭവ സമ്പത്ത് തുടർന്നും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി എങ്ങനെ കൈമാറ്റം ചെയ്യാം? റിലേ ഓടുന്നവർ കുറേശ്ശെ കഴിഞ്ഞോട്ട് വേറെ ആളെ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ തലമുറയെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, കൊച്ചുമക്കളെ, നമ്മുടെ കൂടെ വളർന്ന ആളുകളെ, നമ്മുടെ സമൂഹത്തെ എന്ത് നാം ഏൽപ്പിക്കുന്നു? നമ്മുടെ മരണ ദിവസത്തെപ്പറ്റി ഇടയ്ക്കൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. മരിക്കാൻ പേടിയായിട്ടല്ല, മരിക്കുന്ന സന്തോഷമേ ഉള്ളൂ. ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇപ്പം എൻ്റെ കാര്യം പറയാൻ ഏത് പാട്ട് പാടുമെന്ന് എനിക്കറിയില്ല, ആരൊക്കെ പ്രസംഗിക്കുന്നതിൻ്റെ ഏതാണ്ടൊരു ഉദ്ദേശമൊക്കെ ഉണ്ട്. ഈ പ്രസംഗങ്ങളിൽ നല്ല വാക്കുകൾ മാത്രമേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ നല്ലവരായിരുന്നു എന്ന് ഒരു ഫ്യൂണറൽ പ്രസംഗം കേട്ടുകൊണ്ട് ആർക്ക് പ്രയോജനം? എനിക്കറിയില്ല. എന്നാൽ നമ്മൾ എന്ത് ശേഷിപ്പിച്ചു എന്നുള്ള വളരെ പ്രധാനമാണ്. അത് മറ്റുള്ളവർ സാക്ഷിക്കും, നാട്ടുകാർ സാക്ഷിക്കും. കുറവുകൾ ഇല്ലാഞ്ഞിട്ടില്ല, കുറവുകൾ ധാരാളമുള്ള മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഇന്ന കാര്യങ്ങൾ സാധിച്ചു എന്ന് പറഞ്ഞാൽ ആ ജീവിതത്തിനൊരു ചാരിതാർത്ഥ്യമുണ്ട്. ഇല്ലെങ്കിൽ അത് വെറുതെയാണ്. അപ്പോൾ ചില ചോദ്യങ്ങൾ നമ്മുടെ മരണക്കിടക്കയിൽ ചിന്തിക്കുന്നത് നല്ലതാണ്.
പെട്ടെന്നാണ് മരണമെങ്കിൽ ഒരു പ്രശ്നമില്ല, അതാണ് ഏറ്റവും നല്ല മരണം. പക്ഷെ ഒരാഴ്ചയൊക്കെ കിടന്ന് മരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വരുമെന്നാണ് എൻ്റെ വിചാരം നമ്മുടെ മനസ്സിൽ. ഞാനിപ്പോൾ കർത്താവിനെ കണ്ട കർത്താവ് എന്നോട് ആദ്യം പറയുന്നത് എന്തായിരിക്കും? ഞാൻ എത്ര പേർക്ക് ഒരു അനുഗ്രഹമായി തീർന്നു? എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്നവരാണോ? അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ വെച്ചതായ ലക്ഷ്യങ്ങൾ തന്നെയാണോ? വേദവസപ്രകാരമുള്ള ലക്ഷ്യങ്ങളാണോ? ഈ സമൂഹത്തിൽ ഞാൻ എന്ത് ഇൻഫ്ലുവൻസാണ്, എന്ത് സ്വാധീനമാണ് കർത്താവിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? എൻ്റെ സഭയിൽ, എൻ്റെ നാട്ടിൽ, എൻ്റെ അയൽവക്കത്ത്, പഠിപ്പിച്ചതായുള്ള സ്ഥാനത്ത് ഞാൻ പോയിടത്തെല്ലാം കർത്താവിന് വേണ്ടി എന്ത് സ്വാധീനം ചെയ്തു? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, എൻ്റെ ജീവിതം കൊണ്ട് എത്ര പേർ ധന്യരായി, എത്ര പേർ അനുഗ്രഹീതരായി എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ചുരുങ്ങിയ പക്ഷേ ഇതെങ്കിലും ഇപ്പോഴും ചിന്തിക്കുന്നത് നല്ലതാണ്, എന്നും ചിന്തിക്കുന്നത് നല്ലതാണ്. എൻ്റെ ജീവിതം കൊണ്ട് എത്ര പേർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ ജീവിതം മെച്ചമായിട്ടുണ്ട്, അവർ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ട്, കർത്താവിൽ വളർന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു ദിവസം കർത്താവ് അതിനെപ്പറ്റി ചോദിക്കുമല്ലോ. വേദോസത്തിൽ വാക്യങ്ങളെല്ലാം മനോഹരമാണ്. എന്നാൽ വെളിപ്പാട് ദിവസത്തിൽ ഈ വാക്യം സാധാരണ മരണത്തിൽ നമ്മൾ ഓർക്കാറുള്ളതാണ്. അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു. കർത്താവിന് വേണ്ടി ഭൂമിയെ അവകാശമാക്കിയവർ അല്ലെങ്കിൽ സ്വാധീനപ്പെടുത്തിയവർ മരണം കൊണ്ട് അവരവസാനിക്കുന്നില്ല, അവർ തുടർന്ന് സംസാരിക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ അവരെ പിന്തുടരുകയാണ്. അനേക വർഷങ്ങൾ, തലമുറകളോളം നീണ്ടു നിൽക്കുന്ന സ്വാധീനം അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാവാം. അതെത്ര മനോഹരമായൊരു ജീവിതമാണ്. ശരി, അപ്പോൾ 3-4 മേഖലകളെപ്പറ്റി പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജ്ഞാനത്തിലും പ്രായോഗികതയുള്ള പക്വത. ജ്ഞാനമെന്ന് പറയുന്നത് എന്താണ്? പരിജ്ഞാനം അല്ലെങ്കിൽ വിവേകം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുക, അത് ജീവിതത്തിൽ ഏറ്റവും നല്ല ലക്ഷ്യങ്ങളായിരിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കാവുന്ന ഏറ്റവും നല്ല ലക്ഷ്യങ്ങൾ മുമ്പിൽ വയ്ക്കണം. അത് വേദപുസ്തകത്തിലുണ്ട്. ആ ലക്ഷ്യങ്ങൾക്ക് അവലംബിക്കേണ്ട ഏറ്റവും നല്ല മാർഗങ്ങൾ മനസ്സിലാക്കുക. അതും ബൈബിളിലുണ്ട്. ബൈബിളിലാണല്ലോ ജ്ഞാനം തരുന്നത്. അത് പിന്തുടരുവാൻ ദൈവത്തിൽ ആശ്രയിക്കുക, അധ്വാനിക്കുക. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രായമായാലും നേരത്തെ മരിച്ചാലും താമസിച്ച് മരിച്ചാലും രോഗമാണെങ്കിൽ ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ. അത് സാധിക്കേണ്ടത് ഇങ്ങനെയാണ്. അതിന് ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ അവയ്ക്ക് വേണ്ടി അധ്വാനിക്കും. മരണം എപ്പോൾ വന്നാലും പ്രശ്നമില്ല. അപ്പോൾ അത് ഒരു പക്വതയിലോട്ട് നയിക്കുന്നതാണ്. ആ പക്വത, ആ പരിജ്ഞാനം മറ്റുള്ളവർക്ക് നമുക്ക് നൽകാം. അതോട് ചേർന്ന കാര്യമാണ് പ്രായോഗികത എന്ന് പറയുന്നത്. പല കാര്യങ്ങളും നമ്മൾ എത്തിപ്പിടിക്കാൻ ആഗ്രഹിച്ചൊന്നും എത്തിപ്പിടിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. എല്ലാം എത്തിപ്പിടിക്കാനായിട്ട് സാധിക്കില്ല. നാട്ടുകാർ പറയുന്നു, വീട്ടുകാർ പറയുന്നു, മക്കൾ പറയുന്നു, എല്ലാം നമ്മുടെ ജീവിതത്തിൽ സാധിക്കുമൊന്നുമില്ല. ജീവിതം പ്രായോഗികമാണ്. പ്രായോഗികമാക്കേണ്ട കാര്യങ്ങൾ പ്രായോഗികമാക്കുന്നത് എങ്ങനെയാണെന്ന് ആളുകളെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പ്രായമുള്ളവർക്കുള്ളൊരു ഗുണം, അവരിത് അനുഭവമാക്കാനായിട്ട് പലത് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട പരാജയങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നടപ്പില്ല എന്ന് നമുക്കറിയാം, ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുമെന്നറിയാം. അപ്പോൾ ഇതെല്ലാം മറ്റുള്ളവർക്ക് നൽകാവുന്ന അനുഗ്രഹ സമ്പത്താണ്. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിത മാതൃകകളെ പറ്റിയാണ്. നമ്മുടെ മാതൃക നമ്മൾ ആത്മാർത്ഥത ഉള്ളവരാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ഒരുപക്ഷെ കൊച്ചുമക്കളും പിന്തുടരും. അതിന് യാതൊരു സംശയമില്ല. ഇത് നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ള കാര്യം കൂടെയാണ്, ഇല്ലേ? മാതൃകകൾ. അപ്പോൾ അത് നമ്മൾ കൈമാറ്റം ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ മക്കൾ പറയും, എൻ്റെ അപ്പൻ ഇത് ചെയ്തുകൊണ്ടിരുന്നതാണ്, അത് നല്ലൊരു കാര്യമാണ്, ഞാനത് ചെയ്യും. അപ്പനൊരു കപടഭക്തിക്കാരനാണെങ്കിൽ പറയില്ല, എൻ്റെ ആത്മാർത്ഥമായിട്ട് ഈ കാര്യം ചെയ്യുന്നത് അത് നല്ല കാര്യമാണ്, അപ്പൻ്റെ ജീവിതത്തിൽ ഒരു വിജയത്തിൻ്റെ പ്രധാന കാരണം ഇതാണ്, അപ്പോൾ എനിക്കത് വേണം.
അപ്പോൾ നമുക്ക് ചില ഉദാഹരണങ്ങൾ പറയാം. ഞാനൊരു ഭവനത്തിൽ ചെന്നപ്പോൾ പിള്ളേർ രാവിലെ ബൈബിൾ എടുത്തുകൊണ്ട് മുട്ടുകുത്തിയിരിക്കുന്നു. അപ്പോൾ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. നമുക്ക് രണ്ടുപേരും ബൈബിൾ എടുത്തുകൊണ്ട് ഒരു മുട്ടുകുത്തിയിരിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി അവരുടെ അമ്മയപ്പനും രാവിലെ ധ്യാനസം എടുക്കുമ്പോൾ മുട്ടുകുത്തിയിരുന്നാണ് ചെയ്യുന്നത്. മുട്ടുകുത്തിയിരുത്തി ചെയ്യാവുള്ളൊന്നുമില്ല. പക്ഷെ അവർ നോക്കുമ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് ഏറ്റവും നല്ല കാര്യം എൻ്റെ അപ്പനും അമ്മയും ആദ്യം ചെയ്യുന്നത് വേറെ വല്ലവരോട് സംസാരിക്കുകയല്ല, ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ബൈബിൾ ധ്യാനിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ ധ്യാനിച്ച കാര്യത്തെപ്പറ്റി അപ്പനും ചെറുതായിട്ടൊക്കെ ഒന്ന് പറയുന്നു. ഇവരിത് കണ്ട് പഠിച്ചു. അപ്പോൾ അവർ കോളേജിൽ പോയാലും ഇത് തന്നെയാണ്. അപ്പോൾ അതിലൊരു വിദ്യാർത്ഥി എനിക്കറിയാം. അദ്ദേഹം ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹോസ്റ്റലിലാണ്. ആ ഹോസ്റ്റലിൽ 3 പേരാണ് താമസിക്കുന്നത്. 2 പേര് അവിശ്വാസികളാണ്. ഇവൻ രാവിലെ എഴുന്നേറ്റിൽ അവൻ്റെ ബെഡിൽ മുട്ടുകുത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റ് 2 പേരും അവിശ്വാസികളാണ്. പക്ഷേ ഈ അവിശ്വാസികൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. നമുക്ക് ദൈവവിശ്വാസം ഇല്ലെങ്കിലും. അപ്പോൾ ആരെങ്കിലും വാതിലൊന്ന് മുട്ടിയെ പറയും, അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡോണ്ട് ഡിസ്റ്റർബ്. അപ്പോൾ ഇവൻ്റെ കാവൽക്കാരായിട്ട് ഈ കൂട്ടുകാരാണ്. ഇതെങ്ങനെയാണ് സാധിച്ചത്? ഇതൊരു പ്രധാന കാര്യമാണെന്ന് അവനറിയാം. അവനത് പ്രായോഗികമാക്കി. അപ്പോൾ അതെങ്ങനെയാണ്? അവിശ്വാസികൾ നിറഞ്ഞ ഹോസ്റ്റലാണ്. ഇവൻ്റെ മുമ്പിൽ ഭക്ഷണം അവൻ വിളമ്പിയെടുത്താൽ ആദ്യം കൈകൂപ്പി പ്രാർത്ഥിക്കും. അപ്പോൾ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അതേ നമ്മളെ 4 പേർ കാണട്ടെ, കണ്ടോണ്ട് കുഴപ്പമുള്ളൂ? ഇല്ലല്ലോ. എക്സാമിനേഷൻ ഹോളിൽ പോയ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ആദ്യം കൈകൂപ്പി പ്രാർത്ഥിക്കും. ഇൻവിജിലേറ്റർ കാണും. അവർ കളിയാക്കാതൊന്നുമില്ല. തെറ്റായുള്ള മാർഗങ്ങൾ അവലംബിച്ചാലേ അവർ പിടിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത് ഒരു ഇൻഫ്ലുവൻസ് അല്ലേ? ഇതെവിടെ നിന്ന് കിട്ടി? പേരൻസ് പഠിപ്പിച്ചാണ്. ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ ആളുകൾ ചെയ്യുന്ന കാര്യമാണ്, നല്ല കാര്യം. ഇപ്പോൾ ചില പേരൻസിനെ എനിക്കറിയാം, ഞായറാഴ്ച അവർ വേറൊരു കാര്യത്തിന് പോകാറില്ല. ഷോപ്പിങ്ങിന് പോലും പോകുന്നില്ല. ഷോപ്പിങ്ങിന് പോയാൽ സിറ്റിയിലുള്ള ഒരാൾ ഷോപ്പിന് തെറ്റൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഈ കുടുംബത്തിലെ ആ കുഞ്ഞുങ്ങളത് പഠിച്ചു. ഞായറാഴ്ച നമുക്ക് സഭായോഗം, അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ വന്നാൽ എന്തെങ്കിലും ആത്മീയ പുസ്തകങ്ങൾ വായിക്കാം, അല്ലെങ്കിൽ വാക്യങ്ങൾ മെമ്മറൈസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീടുകളിൽ പോവാം, സുവിശേഷം പറയാം. അപ്പോൾ ആ വീട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം ഞായറാഴ്ച 4 മണി വരെ പഠിക്കില്ല. എന്താ കുഴപ്പമില്ലുണ്ട്? ഈ പിള്ളേരൊക്കെ നല്ല പാസ്സാവുന്നുണ്ട്. ദൈവത്തെ ബഹുമാനിക്കുന്നവരെ ദൈവം ബഹുമാനിക്കും. അപ്പോൾ നമുക്ക് ശബത്താചരണമൊന്നുമില്ല, എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെയാണെന്ന് പറയാം. പക്ഷേ കറുത്ത ദിവസത്തിന് അതിൻ്റെ പ്രത്യേകത ഉണ്ടെന്നുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഞായറാഴ്ച അപ്പം നുറുക്കാൻ കൂടുന്നത്. അപ്പം നമ്മൾ പറയുന്നത് നമ്മുടെ നല്ല മാതൃകകൾ ആളുകൾ സ്വീകരിക്കും. നമ്മൾ കപടഭക്തിക്കാരാണെങ്കിൽ ഈ കുട്ടികൾ ഈ മാതൃക ഒന്നും സ്വീകരിക്കാനായിട്ട് പോകുന്നില്ല. അപ്പൻ ഇത് പറയും, അമ്മയും പറയും, ഇതൊന്നും പ്രായോഗിക കാര്യമൊന്നുമില്ല എന്ന് പറയും, ഇല്ലേ? അപ്പോൾ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമ്മുടെ ജീവിതത്തിൽ പെർഫെക്ഷൻ ഉണ്ടോ? നമ്മുടെ ആർക്കെങ്കിലും പൂർണ്ണതയിൽ പിള്ളേരെ വളർത്താൻ പറ്റുമോ? പൂർണ്ണതയിൽ മാതൃക കാണിക്കാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ മാതൃകയില്ല ഒരു കാര്യം വന്നാൽ അത് കൺഫസ് ചെയ്യുക. മക്കളോട് പറയും, മക്കളെ ഇത് ചെയ്ത് കൂടിപ്പോയി, ക്ഷമിക്കണം. അങ്ങനെ ചെയ്ത മാതാപിതാക്കന്മാരൊക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ദേഷ്യം വന്നപ്പോൾ മോനെ നന്നായിട്ടൊന്ന് അടിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ രാത്രി ചോദിക്കുകയാണ്, ഞാൻ നിന്നെ അടിച്ചത് ഇച്ചിരി കൂടിപ്പോയെന്നാണ് എൻ്റെ വിചാരം, നിനക്കെന്ത് തോന്നി? അപ്പോൾ അവൻ പറഞ്ഞ കാര്യമാണ്, അപ്പൻ എന്നെ അടിച്ച് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അപ്പം പറഞ്ഞു, എൻ്റെ മോനെ കണ്ണുനീരോട്ട് കൊണ്ടുപോയി, ഞാൻ നിന്നോട് നേരത്തെ പറയേണ്ടതായിരുന്നു. ഇതിന് മുമ്പ് ഇതുപോലെ ഒരു സാരമെന്ന് അപ്പൻ എന്നെ അടിച്ചില്ല, ഇന്നടിക്കാൻ എന്താ കാര്യം? ആ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടല്ലേ ചോദിച്ചത്. അപ്പോൾ അപ്പം സമ്മതിച്ചു, എനിക്ക് വേറെ ഒരാളോടൊരു വീതവും ആകെപ്പാട് ഒരു ബുദ്ധിമുട്ടായിരുന്നു, ആകെപ്പാട് ഇറിറ്റേഷനായിട്ട് വന്നപ്പോൾ നീ ഇത് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ അടിച്ചതാണ്. വാസ്തവത്തിൽ ഇത് അടിക്കേണ്ട വിഷയമല്ല. മോനെ ക്ഷമിക്കണം. അപ്പോൾ ഈ മകൻ അവൻ്റെ കുട്ടികളെ ശിക്ഷിക്കുമ്പോഴും ഈ മാതൃകയല്ലേ ഉപയോഗിക്കുകയുള്ളൂ. ഇത് ഇഫക്റ്റീവായുള്ളൊരു മാർഗമാണ്.
അപ്പോൾ ബൈബിൾ പറയുന്നുണ്ടല്ലോ പ്രത്യേകം, നിൻ്റെ പിതാക്കന്മാരെ മക്കളെ പ്രകോപിപ്പിക്കാതെ. ഏറ്റവും വലിയ പ്രകോപനം ഉണ്ടാകുന്ന ഈ കപടഭക്തി കാണിക്കുമ്പോഴാണ്. അപ്പനും അമ്മയിലും അവരുടെ വലിയ വിനോദം മറ്റുള്ളവരുടെ കുറ്റം പറയാണ്, സഭകളുള്ളവരുടെ കുറ്റം പറയുകയാണെന്ന് ഇരിക്കട്ടെ. മക്കളെന്ത് വിചാരിക്കുന്നത്? ഈ സഭയിൽ ഗുണമുള്ള ആരുമില്ല. കുറച്ച് കഴിഞ്ഞവർ ചിന്തിക്കും, എൻ്റെ അപ്പനും അമ്മയും വലിയ ഭേദമൊന്നുമില്ല, എല്ലാം കണക്കാ എന്നല്ലേ വിചാരിക്കുള്ളൂ. കപടഭക്തി എന്ന് പറയുന്നത് വളരെ വളരെ പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ മുമ്പിലും ഭാര്യയുടെ മുമ്പിലാണെങ്കിലും ഭർത്താവിൻ്റെ മുമ്പിലാണെങ്കിലും നമ്മളൊരു തെറ്റ് ചെയ്താൽ സോറി എന്ന് പറയുക, അയാൾ സോറി എന്ന് പറയുക, ജീവിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സോറി പറയുന്നവരുണ്ട്. അപ്പോൾ ഒരാളെ കളിയാക്കുന്നുണ്ട്. ഇങ്ങനെ ജോലി ചെയ്ത് ഒരു ദിവസം 10 പ്രാവശ്യം ക്ഷമ ചോദിക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായം, നമ്മളൊരു ദിവസം 10 പ്രാവശ്യമാണ് കർത്താവിനോട് ചോദിക്കുന്നുള്ളൂ. 100 പ്രാവശ്യം ചോദിച്ചാലും കർത്താവ് എന്താ പറയും? 99 പ്രാവശ്യം ചോദിച്ചു, ഇനിയിപ്പോൾ ഇത് ചോദിക്കേണ്ടെന്ന് പറയോ? ഇല്ല, തെറ്റുകൾ തിരുത്തണം. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ ചില മാതൃകകൾ പ്രാർത്ഥിച്ചിട്ട് മാത്രം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ വേറൊരു കുടുംബത്തിൻ്റെ കാര്യം പറയാം. നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. ഏത് കാര്യം ചെയ്യാൻ പോയിച്ചാലും ഒരു വാക്ക് പ്രാർത്ഥിക്കും. അപ്പോൾ കുട്ടികൾ, ഒരു ഉദാഹരണം പറയാം, മുടി വെട്ടാനായിട്ട് പോവുകയാണ്. എവിടെ? ശരി, പ്രാർത്ഥിക്കും, കർത്താവെ സഹായിക്കും, ഒരു വാക്ക് പ്രാർത്ഥിച്ചയക്കുന്നു. അപ്പോൾ ഈ പ്രാക്ടീസ് കൊണ്ട് ഈ കുടുംബത്തിന് നഷ്ടമാണോ ലാഭമാണോ? ഒരു ചെറിയ കാര്യമാണെങ്കിലും ദൈവത്തെ ആശ്രയിക്കാൻ പഠിപ്പിക്കുക. ആ കുടുംബത്തിൻ്റെ ഗൃഹനാഥന് സാമാന്യം പൈസയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഒരു ദിവസം ഇളയ മോൻ വന്നിട്ട് പറഞ്ഞു, പെൻസിലെല്ലാം ഒടിഞ്ഞുപോയി, പെൻസിൽ കാണുന്നില്ല, പെൻസിലെല്ലാം ഒടിഞ്ഞുപോയി. തൊട്ടടുത്ത് കടയുണ്ട്. അദ്ദേഹം പറഞ്ഞു, പെൻസിൽ നോക്കിയെടുക്ക്. ഇവൻ നോക്കി ഒരു പെൻസിലെടുത്തു, ബാക്കിയൊന്നും കാണുന്നില്ല. അപ്പോൾ നീ പ്രാർത്ഥിക്കുക, നിൻ്റെ പെൻസിലുകൾ നീ സൂക്ഷിക്കാത്തതിന് ദൈവത്തോട് ക്ഷമ ചോദിക്കുക. രണ്ടാമത് പുതിയ പെൻസിൽ വാങ്ങാൻ ഡാഡിക്ക് കിറവ് കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഡാഡിക്ക് ഇപ്പോൾ പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളൊന്നുമല്ല. അപ്പോൾ ഡാഡി അവനെ പഠിപ്പിക്കുന്നത്, ചെറിയൊരു കാര്യത്തിനാണെങ്കിൽ പോലും നീ ദൈവത്തോട് പ്രാർത്ഥിച്ച് വാങ്ങണം. ആ പിള്ളേർ അങ്ങനെ തന്നെയാണ്. എത്രയോ ഉദാഹരണങ്ങൾ. ചില കുഞ്ഞുങ്ങൾ ഫുഡ് വേസ്റ്റ് ഒട്ടും ചെയ്യില്ല, ആവശ്യത്തിന് എടുക്കുള്ളൂ, ഒരിക്കലും വേസ്റ്റ് ചെയ്യില്ല. അവരെ വീട്ടിൽ പഠിപ്പിച്ച മാതൃകയാണ്. നന്നായിട്ട് സമയം ഉപയോഗിക്കുക. എന്തെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമയം ഉപയോഗിക്കുക. നമ്മൾ സമയം വളരെ വിലപ്പെട്ടതാണ്. ഏറ്റവും പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സമയം ഉപയോഗിക്കേണ്ടതെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും നമ്മളത് പ്രായമാക്കി ചെയ്യുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള 100 കൂട്ടനും മാതൃക നമുക്ക് കാണിക്കാനായിട്ട് കഴിയും. വീട്ടിൽ വരുന്ന ആരോടും സുവിശേഷം പറയുന്ന അപ്പനമ്മയുണ്ട്. ഒരു ധർമ്മക്കാരൻ വരികയാണെങ്കിൽ ധർമ്മം കൊടുക്കും, സുവിശേഷം പറയും. പണിക്കാർ വന്നാൽ പണിക്കാരായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരോട് സുവിശേഷം പറയും. അവ കുഞ്ഞുങ്ങളെന്താ പഠിക്കുന്നത്? ഇതൊരു നല്ല കാര്യമാണല്ലോ. അപ്പോൾ അവർ എഞ്ചിനീയറായാലും ഡോക്ടറായാലും സാറായാലും അവർ സുവിശേഷം പറയും, പറയേണ്ടതുപോലെ. ക്ലാസ് റൂമിനകത്ത് പറയാനായിട്ട് സാധിക്കില്ല, പക്ഷേ പറയേണ്ടതുപോലെ പറയും. സുവിശേഷത്തെപ്പറ്റി ലജ്ജയില്ല. ഇന്ത്യയിലെ ഒരു പ്രധാന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു റിസർച്ച് പൂർത്തിയാക്കി അത് സമർപ്പിക്കുമ്പോൾ ഡെഡിക്കേഷൻ എഴുതാം. ഡെഡിക്കേറ്റഡ് ടു അമ്മ എന്നെഴുതാം, അപ്പനെന്നെഴുതാം, ദൈവം എന്നെഴുതാം. നമ്മൾക്ക് ഒരാളെ എഴുതി കൊടുത്തത്, എനിക്ക് വേണ്ടി മരിച്ച് സ്നേഹം എന്നോട് കാണിച്ച, വാചകം മറന്നുപോയി, യേശു കർത്താവിന്. എഴുതി കൊടുത്തുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? തീസിസിനുള്ള കുഴപ്പമുണ്ടോ? എത്രയോ പേരാണത് വായിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഗൈഡ് ചോദിച്ചു, നീ യേശുക്രിസ്തുവിനെ പറയുന്നല്ലേ? അത് അതിന് കാരണമുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പൈതൃകം, ഹെറിറ്റേജ്, ഒന്നാമതായിട്ട് അവർക്കുള്ള മാതൃകയാണ്. രണ്ടാമതായിട്ട്
അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങാണ്, അല്ലെങ്കിൽ ഉപദേശമാണ്. ഞാനതിനെപ്പറ്റി 1-2 വാക്യങ്ങൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. 18-19. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. യഹോവ അബ്രഹാമിനെക്കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം എബ്രഹാമിനെ പറ്റി പറയുകയാണ്, ഞാൻ അവന് വലിയ വാഗ്ദത്തം കൊടുത്തു. എന്താണ് വാഗ്ദത്തം? അവൻ മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അവൻ ഒരു അനുഗ്രഹമായി തീരുന്നുള്ള അനുഗ്രഹമാണ് കൊടുത്തത്. പക്ഷേ 2 കാര്യങ്ങൾ അവൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ ഉത്തരവാദിത്വമാണ്. എന്താണ് ഒന്നാമത്തെ കാര്യം? തൻ്റെ മക്കളോടും തനിക്കുള്ള പിമ്പുള്ള കുടുംബത്തോടും, തൻ്റെ മക്കളോട് അടുത്ത മക്കളോടും. ചുരുങ്ങി ഉപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യക്കുള്ള ഉപദേശിക്കാൻ വല്ലതും പറ്റുമോ? നമ്മുടെ മക്കളോടും കൊച്ചുമക്കളോടും പറയാം. കൊച്ചുമക്കളോട് അവരുടെ അപ്പനും അമ്മയാണ് പറയേണ്ടതെങ്കിലും നമുക്കൊരാളെ പോയി പറയാം. നീതി ന്യായവും പ്രവർത്തിച്ചു കൊണ്ട് മാതൃക. നീ അവരുടെ മുൻപാകെ നീതി ന്യായവും പ്രവർത്തിച്ചിട്ട് മാതൃക കാണിക്കണം. 2, യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കണം. ദൈവത്തിൻ്റെ വചനം അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരോട് കൽപ്പിക്കണം. അപ്പോൾ എബ്രഹാം ഇത് ചെയ്തോ? എബ്രഹാം ഇത് ചെയ്തു. അവൻ നീതിയായിട്ടുള്ള പാതയിൽ നടന്നു ദൈവത്തിന് മുൻപാകെ. അവൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ട്. ആ കുറവുകളെല്ലാം അവനെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ദൈവം അവനെപ്പറ്റി എൻ്റെ സ്നേഹിതനെന്ന് പറയത്തക്കവണ്ണം അത്ര അടുപ്പം ദൈവത്തോട് അവൻ പാലിച്ചു. അവൻ്റെ മക്കൾ അനാഥരായോ? ഇല്ല. ഇസഹാക്കിന് എത്ര ധൈര്യമുള്ള ഒരു വിശ്വാസമാണ് ഇസഹാക്കിനുണ്ടായത്. അദ്ദേഹത്തിൻ്റെ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുക. ആ ദേശത്ത് സുന്ദരികളാളുടെ ഇഷ്ടം പോലുള്ള പെൺകുട്ടികളിരിക്കെ അവൻ്റെ അപ്പൻ അവർ ഉപദേശിച്ചു, വിശ്വാസിയായ ഒരു പെൺകുട്ടി എടുക്കാവുള്ളൂ, ദൈവം തിരഞ്ഞെടുത്ത കുട്ടി എടുക്കാവുള്ളൂ. 700 കിലോമീറ്റർ ഒട്ടകപ്പുറത്തൊക്കെ സഞ്ചരിച്ച് പോയിട്ടൊരു വധുവിനെ കൊണ്ടുവരണം. വിശ്വാസം. അപ്പം പറഞ്ഞത് നല്ല കാര്യമാണ്. അപ്പോൾ ഇസഹാക്ക് കഴിഞ്ഞിട്ട് നമുക്കറിയാം യാക്കോബിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അവൻ്റെ ജീവിതം പരിപൂർണതയുള്ളതൊന്നുമല്ല, ഇല്ലേ? ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒരുപാട് കുറവുകൾ അവനെ പറ്റി പറയാനുണ്ട്. പക്ഷെ അവന് കിട്ടിയ ആത്മീയ പൈതൃകം അവൻ കാത്തു സൂക്ഷിച്ചു. അവൻ ലാബാൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോകുമ്പോൾ ഭാര്യയോടും തൻ്റെ ഭാര്യമായിട്ടും കുഞ്ഞുങ്ങൾ വിളിച്ച് എന്നാ പറഞ്ഞെന്നറിയാം? എൻ്റെ അപ്പൻ്റെ ദൈവം എന്നോടുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. എൻ്റെ അപ്പൻ്റെ ദൈവം എന്നോട് ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ധൈര്യം. ഇപ്പോൾ എന്നോട് യാത്ര ചെയ്ത് പോകാനും പറഞ്ഞിരിക്കുന്ന എൻ്റെ അപ്പൻ്റെ ദൈവമാണ്. എൻ്റെ അപ്പൻ്റെ ദൈവം എന്നുള്ള കാര്യം ആലോചിക്കുക. വാസ്തവത്തിൽ അബ്രഹാമിന് അങ്ങനെ പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ അപ്പൻ്റെ ദൈവം എന്ന് അബ്രഹാമിന് പറയാനില്ല. കാരണം അബ്രഹാമിൻ്റെ പിതാക്കന്മാരൊക്കെ വിഗ്രഹാരാധികളൊക്കെയാണ്, ദൈവത്തെ വേണ്ടതിൽ അറിഞ്ഞവരല്ല. പക്ഷേ ഇസാക്കിന് പറയാനായിട്ട് സാധിച്ചു, അനുസരിക്കാൻ സാധിച്ചു, യാക്കോബിന് പറയാൻ സാധിച്ചു. ലാബാനോട് ഏറ്റുമുട്ടുമ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എന്താ? എൻ്റെ പിതാവിൻ്റെ ദൈവമായി അബ്രഹാമിൻ്റെ ദൈവവും ഇസാക്കിൻ്റെ ഭയവുമായവൻ എനിക്ക് തുണയായിരുന്നു. 32-42 ഉൽപ്പത്തിയിൽ. എൻ്റെ പിതാവിൻ്റെ ദൈവമായി അബ്രഹാമിൻ്റെ ദൈവവും ഇസാക്കിൻ്റെ ഭയമായവൻ. അബ്രഹാമിൽ ഞാനിത് പഠിച്ചിട്ടുണ്ട്, ഇസാക്കിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, അദ്ദേഹം എന്നോട് കൂടെയുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് എഫേസ് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്ക് പരിചയമുള്ള വാക്യം. പിതാക്കന്മാരോട് പറയുന്നത്, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കരുത്, കോപിപ്പിക്കരുത്. കോപിക്കുന്ന പ്രധാന കാര്യം ഞാൻ വിചാരിക്കുന്നു കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാതെ അവരെ ശിക്ഷിക്കുന്നതും കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാതെ അവരോട് പെരുമാറുന്നതും നമ്മുടെ കപടഭക്തിയും കുഞ്ഞുങ്ങളെ താരതമ്യപ്പെടുത്തുന്ന ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് പല ബുദ്ധിയാണ്, താരതമ്യപ്പെടുത്തിയാൽ അവരെ കോപിക്കും.
നിന്റെ ചേട്ടനെ പോലെ നീ ആവാത്ത എന്നാന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമാണ്. കാരണം ചേട്ടനെ പോലെ അല്ല അനിയൻ. അപ്പോൾ അവരെ മനസ്സിലാക്കി അവർക്ക് കൊടുക്കേണ്ട ട്രെയിനിങ് സമയത്ത് കൊടുക്കുന്നതിനെപ്പറ്റി പറയുന്നത് എന്താണ്? കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. നമ്മുടെ ചുമതലയാണ്. എങ്കിലേ നമ്മുടെ ബാറ്റ് കൈമാറ്റം ചെയ്തുള്ളൂ. ഇൻ ദ ഡിസിപ്ലിൻ ഓഫ് ദ ലോഡ് ആൻഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ലോഡ്. കർത്താവ് പറഞ്ഞ പോലെയുള്ള ഡിസിപ്ലിൻ കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം. കുഞ്ഞുങ്ങളോട് ചെയ്യാൻ പറഞ്ഞുകൊണ്ടെല്ലാം ചെയ്യില്ല, കാണിച്ചു കൊടുക്കണം, അവരെ സഹായിക്കണം, അവരെ ട്രെയിൻ ചെയ്യണം. ദൈവവചനപ്രകാരമുള്ള ട്രെയിനിങ് ചെയ്യേണ്ടത്, ദൈവവചനം അവർക്ക് ഉപദേശിച്ചു കൊടുക്കണം. അപ്പോൾ ദൈവവചനം ഉപദേശിക്കുന്നതിനെ പറ്റി നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഒരു ക്ലാസ് റൂമിൽ ക്ലാസ് എടുത്തുകൊണ്ട് കാര്യമൊന്നുമില്ല. സൺഡേ സ്കൂൾ അധ്യാപകന്മാരെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. അവർ നടക്കുമ്പോഴും തിന്നുമ്പോഴും ഉടുക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ അവരോട് കുറേശ്ശെ ദൈവവചനത്തിലെ സത്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ അനുഭവം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ മാതൃക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ അടുത്ത തലമുറകളെ ദൈവഭയത്തിലും സത്യസന്ധതയിലും ദൈവത്തിന് പ്രയോജനമുള്ളവരായിട്ട് ഈ ലോകത്തിൽ ജീവിക്കത്തക്ക വണ്ണം രൂപാന്തരപ്പെടുന്നതിൽ നമുക്കൊരു പങ്കുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് സങ്കടമുള്ളൊരു കാര്യം ഞാനിവിടെ പറയണമെന്ന് വിചാരിച്ചല്ല, അറിയാതെ പറഞ്ഞു പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പലരും ഈ സുവിശേഷം ഏറ്റവും ആവശ്യമുള്ള ഇന്ത്യ മഹാരാജ്യത്തൊരു ഇൻഫ്ലുവൻസ് ആയിരിക്കുന്നതിന് പകരം പോകേണ്ട സ്ഥലങ്ങളിപ്പോൾ വരെയാണ്. 12ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ അവരെ പ്രാർത്ഥിച്ച് മാതാപിതാക്കന്മാർ അയക്കുന്നത് ദൂരദേശത്തേക്കാണ്. ദൂരദേശത്തേക്ക് പോകുന്ന പ്രാർത്ഥനകളൊക്കെ സഭയിൽ ഇഷ്ടം പോലെയുണ്ട്. ഞാനതിന് എതിര് പറയാറില്ല. ഇവിടെ ജോലി എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ദൈവത്തിൻ്റെ പൂർണ്ണ ഹിതത്തിലാണോ നമ്മുടെ മാതൃക? എൻ്റെ കുഞ്ഞുങ്ങളോട് കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിപ്പോണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിലെ മാതൃക അവർക്കറിയാം. എൻജിനീയറിങ് കഴിഞ്ഞ് 2-4 വർഷം കഴിഞ്ഞപ്പോഴാണ് ബഹ്റിനിൽ എന്നെ ക്ഷണിച്ചു. ലീവ് ശരിയാക്കി ഇങ്ങ് വന്നാൽ മതി, ജോലി വിട്ടാലും കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തോളാം. വിശ്വാസിയാളൊരു സിവിൽ എഞ്ചിനീയർ വേണ്ടത്. വലിയ ഓഫറാണ്, അന്നത്തെ കാലത്ത് വലിയ ഓഫറാണ്. ഞാനന്ന് പോയായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഞാൻ കാണുകയില്ല. ഞാൻ പോകാത്തോടത്ത് എൻ്റെ കൂട്ടുപിടിച്ച് ജോലി പോയില്ലെങ്കിൽ ഞാൻ പൊക്കൊള്ളാമെന്ന് പറഞ്ഞ് പോയ ഒരാൾ ഇപ്പോഴും വല്ലപ്പോഴൊക്കെ നാട്ടിൽ വിസിറ്ററായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനതിനെ കുറ്റം പറയല്ല, അത് അവനവൻ്റെ ദൈവം നടത്തുന്നു. അപ്പോൾ ഇതായിരിക്കണം എൻ്റെ മക്കൾക്കും അങ്ങനെ പുറത്തേക്ക് പോകാൻ ഒരാഗ്രഹമില്ലാത്തത്, ചാൻസ് ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ അത് തെറ്റോ ശരിയെന്നുള്ളതല്ല ഞാൻ പറയണേ. നമ്മൾ കൊടുക്കുന്ന ഒരു മാതൃക നല്ല മാതൃകയാണെങ്കിൽ അത് പിൻപറ്റുന്നത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്. പുറത്ത് പോകുന്നത് ശരിയാണോ തെറ്റോ എന്നുള്ള വാദിക്കാനല്ല ഞാൻ വന്നത്. ദൈവത്തിന് ഇതാണെങ്കിൽ വിട്ടോളൂ, കുഞ്ഞുങ്ങൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് അന്വേഷിക്കണം. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ സാധിക്കേണ്ട ഒരു പ്രധാന വിഷയം ഈ ലോകത്തെ കർത്താവിന് വേണ്ടി സ്വാധീനിക്കുക എന്നുള്ളതാണെങ്കിൽ, ഈ ഭൂമി അടക്കി വാഴുക എന്നുള്ളതാണെങ്കിൽ സന്താനപുഷ്ടിയുള്ളവരായി നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. ഞാനിത്ര കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച എൻ്റെ മകൾ ഞാനിവിടെ നിന്ന് പോയാലും അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിൽ എന്ത് സ്വാധീനം കർത്താവിന് വേണ്ടി ചെലുത്തും, അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതിന് സംശയമില്ല. ഒരു ദിവസം നമ്മൾ പോകേണ്ടതായിട്ട് വരും. ബാറ്റൺ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുകയും ചെയ്യും. ലോവിസിൻ്റെയും യൂനിക്കയുടെയും കാര്യം സാധാരണ പറയാറുള്ളതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ തിമോത്തിയോസിനെ ഇപ്പോഴും നമ്മൾ വായിക്കുന്നത് എന്താ? നീ ദൈവത്തിൻ്റെ വചനം ബാല്യം മുതൽ നിനക്കറിയാം. ബാല്യം മുതൽ അവൻ അറിയാവുന്ന ദൈവവചനം സത്യമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് അവൻ കർത്താവിൻ്റെ വേലയ്ക്കൊക്കെ അത്ര ചെറുപ്പത്തിലെ തിരിഞ്ഞത്. പൗലോസിൻ്റെ വിശ്വസ്ത സാരഥിയായിട്ട് അവൻ തീർന്നത്. അപ്പോൾ അതിൻ്റെ കാരണം അപ്പനല്ല, അപ്പനില്ലെങ്കിൽ അമ്മയാണുള്ളത്. വല്യമ്മ ലോവിസ്, അമ്മ യൂനിക്ക്. അവർ ചോറ് കൊടുക്കുക മാത്രമല്ല ചെയ്തത്, ചോറല്ല എന്താണെങ്കിൽ അതിൽ മാത്രമല്ല കൊടുത്തത്, ദൈവവചനം പ്രായോഗികമായിട്ട് അവന് കൈമാറി. അതല്ലേ നല്ല അമ്മമാർ ചെയ്യേണ്ടത്, നല്ല അപ്പന്മാർ ചെയ്യേണ്ടത്. കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ ആസ്വാദ്യകരമായി തീരത്തക്കവണ്ണം ദൈവവചന സത്യങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ കാണിക്കുകയും
എൻ്റെ അമ്മ ഇത് പിന്തുടർന്ന് എനിക്ക് പിന്തുടരണം, എൻ്റെ അപ്പനത് പിന്തുടർന്ന് എനിക്കും പിന്തുടർന്ന് വിചാരിച്ചാൽ അതിലും നല്ലൊരു സേവനം നമ്മുടെ കുടുംബജീവിതം കൊണ്ട് എന്താ ഉള്ളത്? എന്താ നമുക്ക് കുടുംബജീവിതത്തിൽ നേടാനുള്ളത്? എന്ത് നേടും? ഇവിടെ നേടിയതെല്ലാം ഒരു ദിവസം ഇല്ലാതാവുന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മൾ പണിയുന്ന മണിമാളികയാണെങ്കിലും ഇപ്പോൾ കർത്താവ് വരികയാണെങ്കിൽ അവിടെ താമസിക്കാൻ പോകുന്നത് ആരാണ് നമുക്കറിയാം. വിശ്വാസികളൊന്നും അല്ലല്ലോ താമസിക്കാൻ പോകുന്നത്. നമ്മളിവിടെ അന്യന്മാരും പരദേശികളുമാണെന്ന് നമ്മളെ മറപ്പിക്കാനായിട്ടുള്ള പരിപാടികളെല്ലാം ശത്രു ആസൂത്രണം ചെയ്യും. ദാവീദ് പറയുന്ന ഒരു പ്രസ്താവന 71 സങ്കീർത്തനം 5 വാക്യവും 8 വാക്യവും കൂടെ വായിച്ചിട്ട് ഞാൻ ഈ വിഷയം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. അല്ല, ഈ ഭാഗം 71 സങ്കീർത്തനം 5 വാക്യം വായിക്കാം. യഹോവയെ കർത്താവെ, നീ എൻ്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. നീ എന്നെ താങ്ങി നടത്തിയതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥാനത്തായിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന 8 വാക്യത്തിൽ എന്താണ്? 9 വാക്യം, വാർദ്ധക്യകാലത്ത് എന്നെ തള്ളിക്കളയരുതേ. 8 വാക്യം, എൻ്റെ വായി നിൻ്റെ സ്തുതി കൊണ്ട് ഇടപെടാതെ നിൻ്റെ പ്രശംസ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് അടുത്ത തലമുറയോട് വർണ്ണിക്കുക. വേറെ സംഗതിയിൽ പറയുന്നുള്ളത്, മറ്റുള്ള തലമുറയോട് വർണ്ണിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമാണ്. എനിക്ക് ഇത്രയും നാൾ കിട്ടിയ അനുഭവ പരിചയത്തെ ഞാൻ മറ്റുള്ളവർക്ക് നൽകിയേ തീരൂ എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യം. അപ്പോൾ 2 കാര്യം നമ്മൾ പറഞ്ഞത്. നമ്മൾ കൈമാറുവാനുള്ളത്, ഒന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃക. തെറ്റുകൾ വന്നിട്ടുണ്ടാവും, തെറ്റുകളെ ഏറ്റുപറഞ്ഞ് അനുദിനം കഴുകി ജീവിക്കുന്നു, ഏറ്റുപറയുന്നു. നമ്മുടെ മാതൃക കൊള്ളാം. 2, നമ്മൾ കൊടുത്ത ദൈവദിനത്തിലുള്ള ട്രെയിനിങ്. എന്താണ് ട്രെയിനിങ്? നിങ്ങൾക്കറിയാവുന്ന കാര്യമുണ്ട്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എങ്ങനെയാണ് ഒരു ധ്യാന സമയം എടുക്കേണ്ടത്? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണോ വേണ്ടിയോ? എങ്ങനെയാണ് ദൈവദിനം മെമ്മറൈസ് ചെയ്യേണ്ടത്? അതവർക്ക് ആസ്വാദ്യകരമായ നിലയിൽ അവർക്കൊരു പരിശീലനം കൊടുക്കണ്ടേ? എങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങളുടെ ക്ലാസ്സിലുള്ള മകനെ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണോ? അല്ല. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. നീ അവരുടെ ലിസ്റ്റ് എഴുത്, ഞാൻ തന്നെ സഹായിക്കാം. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്. അവരുടെ ക്ലാസ്സിലുള്ളവരുടെ ലിസ്റ്റ് എഴുതി, അവരുടെ സാറിൻ്റെ പേരെഴുതി, നീ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. അവർ രക്ഷിക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കൂലേ? അപ്പം നമ്മളവരെ ട്രെയിൻ ചെയ്യുകയാണ്. അല്ലാതെ സഭയിലുള്ള പ്രസംഗത്തിന് പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിക്കുമോ? സഭയിൽ പൊതുവായിട്ടുള്ള സത്യ ഉപദേശങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അടിസ്ഥാന ഉപദേശങ്ങൾ കൊടുക്കാം. പക്ഷേ അത് പ്രായമാക്കുന്ന കാര്യം വീട്ടിൽ അപ്പനമ്മയും ചെയ്യേണ്ടത്. അപ്പനമ്മയും പ്രായമാക്കാതെ ഇത് ചെയ്യാനായിട്ട് പറ്റുമോ? അതില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പനമ്മയും ബഹുമാനിക്കണം. നമ്മൾ അപ്പനമ്മയും ബഹുമാനിക്കുന്നില്ല, അവർ ബഹുമാനിക്കുമോ? നമ്മുടെ സ്വന്തം അപ്പനെ അമ്മയെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, അവരും ബഹുമാനിക്കും. പിന്നെ വചനത്തിലും പഠിപ്പിക്കണം. ദൈവത്തിനെ ഇതാ. വേറൊരു കുടുംബത്തിൻ്റെ കാര്യം പറയാം. ആ വീട്ടിലെ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് വളർത്തുന്നതാണ്. നല്ല സ്നേഹമുണ്ട്, പക്ഷേ ശിക്ഷിച്ച് വളർത്തും. ആ വീട്ടിൽ 5 കുഞ്ഞുങ്ങളാണുള്ളത്. അപ്പോൾ ശിക്ഷിക്കുന്ന വിധം ഞാൻ പറയാം. ഒരുത്തൻ അപ്പം പറഞ്ഞാൽ അനുസരിച്ചില്ല, അപ്പം പറഞ്ഞ അതിർവരമ്പുകളെ ബാധിച്ചു. അപ്പം വൈകിട്ട് വന്നപ്പോൾ അവനെ വിളിച്ചു, നീ ഇന്ന് എന്നോട് വളരെ ഒരു അനുസരണക്കേട് കാണിച്ചില്ലേ? ഇവനൊന്നും മിണ്ടുന്നില്ല. നീ ആലോചിച്ച് നോക്ക്. ആ ശരിയാ. എന്താ നീ അത് ചെയ്യുന്നത് ശരിയാണോ? അല്ല. എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്? അവൻ കരയാണ്. എന്നാലും ഉദ്ദേശം എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? 4-5 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ? ബൈബിളിൽ എന്താ പഠിപ്പിക്കുന്നത്? കുറ്റത്തിന് ശിക്ഷ കൊടുക്കണമെന്നില്ല. ഞാൻ നിന്നോട് ഇതിനു മുമ്പൊക്കെ ക്ഷമിച്ചു. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിന്നോട് പറഞ്ഞു, ഇനി തെറ്റാവരച്ച് ഞാൻ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് നിന്നെ ശിക്ഷിക്കാനായിട്ട് പോവുകയാണ്. വടിയെടുത്ത് 3-4 അടി നല്ലോണം നൊന്തു. നീ ആ റൂമിനകത്ത് പോയി കരയണം. കരഞ്ഞിട്ട് തീരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരണം. അവൻ റൂമിനകത്ത് പോയി കരഞ്ഞു. അപ്പനൊന്നും വടിയിലിരുത്തി ഒരു ഉമ്മയൊക്കെ കൊടുത്തു. എന്തിനാ അടിച്ചെന്ന് നിനക്കറിയാം? അറിയാം. അവനെ തലോടി വിട്ടു.
അപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണിത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മാതൃക കാണിക്കുന്ന പിള്ളേർ അവർക്കെന്ത് സന്തോഷമാണ്. അപ്പോൾ ആ കുട്ടികളെന്താ പഠിക്കുന്നത്? തെറ്റിന് ദൈവം ശിക്ഷിക്കും, പക്ഷേ ദൈവം കരുണയുള്ളവനാണ്, സ്നേഹിപ്പ. എൻ്റെ അപ്പൻ അതിന് ഉദാഹരണമാണ്. അവർക്ക് മക്കൾ വന്നാൽ ഇതല്ലേ ചെയ്യുള്ളൂ. ദാറ്റ് ഇസ് ഇൻഫ്ലുവൻസ്. അപ്പോൾ അവരുടെ പ്രാർത്ഥന, അവരുടെ കൊയറ്റയും സുവിശേഷം അങ്ങനെ പറയണം അവർക്കറിയില്ല. ക്ലാസ്സിൽ എങ്ങനെയാണ് സുവിശേഷം പറയുന്നത് അറിയില്ല, പക്ഷേ സത്യത്തിന് വേണ്ടി നിൽക്കണം എന്നുള്ള കാര്യം പഠിപ്പിക്കും. വേറൊരു സ്റ്റേറ്റിൽ നടന്നൊരു കാര്യം പറയുന്ന 6ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ആ കുട്ടി. അപ്പോൾ അത് 8ലാണോ. അപ്പോൾ ക്ലാസ്സിൽ ഇവല്യൂഷൻ പഠിപ്പിച്ചു, പരിണാമത്താലെല്ലാം ഉണ്ടായെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റിയൊക്കെ വിവരിച്ചു. എന്നിട്ട് അവസാനം അധ്യാപകൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു, നിങ്ങളെല്ലാവരും പരിണാമത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി, അത് ശരിയാണ് എന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നു, ഒരു പെൺകുട്ടിയാണ് എഴുന്നേറ്റ് നിന്നു. എന്താ പ്രശ്നം? എനിക്കത് വിശ്വാസമില്ല. അപ്പം നിന്നെ ആരാ ഇതൊക്കെ പഠിപ്പിച്ചേ? എൻ്റെ അപ്പൻ പഠിപ്പിച്ചതാണ്. അപ്പനാരാ പറയും? അപ്പൻ എവിടെ നിന്നാണ് പഠിപ്പിച്ചേ? ബൈബിളിൽ നിന്നാണ് പഠിപ്പിച്ചു. അപ്പോൾ ബൈബിളിൽ നിന്ന് പഠിച്ച് നീ വിശ്വസിക്കാൻ കാര്യം എന്താ? ബൈബിൾ ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് സത്യമാണ്. അപ്പോൾ നീ ഇവല്യൂഷനെ പറ്റി പഠിപ്പിച്ചാൽ മനസ്സിലായോ? സാറ് പഠിപ്പിച്ച് എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്ക് അംഗീകരിക്കാനായിട്ട് പറ്റില്ല. ഇത് സ്വാധീനമാണോ അല്ലയോ? ആ കുട്ടി ഒരു നല്ല അല്ലെങ്കിൽ ശാസ്ത്ര ഗവേഷണമൊക്കെ ചെയ്യുന്നൊരു കാലം വരുമ്പോൾ എത്ര പേർക്ക് അനുഗ്രഹമായിരിക്കും ആ പെൺകുട്ടി. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ ഏറ്റവും പ്രധാനം അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ ഈ സഭാപ്രവർത്തനത്തിന് സഹായിക്കത്തക്കവണ്ണം ഒരുക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. അത് വളരെ കമൻറ്റബിളാണ്. നമുക്ക് ആ ഹോളൊന്ന് വൃത്തിയാക്കാം, മുറ്റത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കളയാം, മൈക്ക് അറേഞ്ച് ചെയ്യുന്ന നീ ചെയ്യേ, അല്ലെങ്കിൽ പാത്രം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെറുപ്പത്തിലെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. വീട്ടിലുള്ള അതിഥികൾ വന്നാൽ അങ്ങനെ സ്വീകരിക്കുന്നു. നമ്മളവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് അനുഗ്രഹമാണ്. ചില വീടുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ വളരെ സന്തോഷമുള്ള ചില അനുഭവങ്ങൾ വരാറുണ്ട്. ആ കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷേ ആ കുട്ടികളെല്ലാം നമ്മുടെ അടുത്ത് വന്നിട്ട്, അങ്കിളിന് സുഖമാണോ? ആ സുഖം മോനെ. നിൻ്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ട്. ശരി. ഇത്രയും ചോദിച്ചിട്ട് അവരുടെ റൂമിലോട്ട് വരുന്ന് പഠിക്കുക. അപ്പോൾ ഈ വരുന്ന അതിഥികൾക്ക് എത്ര സന്തോഷം എന്നാണ് ആലോചിക്കുക. അയ്യോ, ഈ കുഞ്ഞുങ്ങളൊക്കെ എത്ര നല്ല കുഞ്ഞുങ്ങളാണ്, അവർക്ക് പഠിക്കാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചല്ലോ. ഇതല്ലേ? അപ്പോൾ ഇതൊക്കെയല്ലേ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ. അടുത്തതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നമ്മുടെ സഭയ്ക്ക് നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള ഹെറിറ്റേജ്, നമ്മൾ ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണല്ലോ. നമ്മൾ വാർദ്ധക്യമായിരിക്കാം, യൗവനമായിരിക്കാം, വാർദ്ധക്യമായിരിക്കാം, എപ്പോഴും നമുക്ക് സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനതയെപ്പറ്റി ആളുകൾക്ക് ഓർക്കാനും മാതൃകയാക്കാനും പറ്റിയ ഒരുപാട് കാര്യങ്ങൾ സഭയിലുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ അത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ്. നമ്മുടെ സഭായോഗത്തിന് സമയത്ത് ചെല്ലുക, സമയത്തിനൊരു 10 മിനിറ്റ് മുമ്പ് ചെല്ലുക, കുഞ്ഞുങ്ങളുമായിട്ട് പോവുക. അപ്പോൾ നമുക്കെന്ത് തോന്നുന്നു? കുഞ്ഞുങ്ങൾക്ക് എന്നാ തോന്നണേ? ഇത് അവിടെ പോയി എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്ത് 10 മണിയാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 9:30 ആകുമ്പോഴത്തേക്ക് എല്ലാം ഒരുക്കണം, എനിക്കതിലൊരു പങ്കുണ്ട്. നമുക്ക് പ്രസംഗിക്കാനുള്ള കഴിവൊന്നുമില്ല, എല്ലാവർക്കും വേണമെന്നില്ലല്ലോ. പക്ഷേ ആളുകളെ എൻകറേജ് ചെയ്യുന്നവരാണ്, സഹായിക്കുന്നവരാണ്, ഉത്സാഹിപ്പിക്കുന്നവരാണ്. ഉത്സാഹിപ്പിക്കാൻ എല്ലാവരോടും പറഞ്ഞിട്ടില്ലേ? അനുദിനം ഉത്സാഹിപ്പിക്കാനാണ് എബ്രായ ലേഖനം 3:13 പറയുന്നത്. അനുദിനം ഉത്സാഹിപ്പിക്കാൻ. അപ്പോൾ ഇതാളുകൾ ഓർത്തിരിക്കില്ലേ? ആ സഹോദരൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, എൻ്റെ വിഷയങ്ങൾ അന്വേഷിക്കാറുണ്ട്, എന്നെ ശല്യപ്പെടുത്താറൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ വരാറുണ്ട്, വീട്ടിൽ വന്നില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് ഫോൺ ചെയ്ത് അന്വേഷിക്കാറുണ്ട്. സഹോദരൻ, ഇന്നത്തെ പ്രശ്നം എന്താ? ഇന്ന് പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയം എന്താണ്? ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ ഫോണിലൂടെ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചോളാം. 2 മിനിറ്റ് മതി, അല്ലെങ്കിൽ ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ പറയുകയാണ്, ഞാൻ ഇന്ന് സഹോദരൻ്റെ അടുത്തേക്ക് വരികയാണ്, നമുക്ക് ഒരുമിച്ചിരുന്ന് അല്പനേരം പ്രാർത്ഥിക്കാം. ശരി.
ഏതെല്ലാം നിലയിൽ നമുക്ക് ആളുകളെ എൻകറേജ് ചെയ്യാനായിട്ട് സാധിക്കും, ഉത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കും. കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ പ്രബോധിപ്പിക്കുക അല്ലെങ്കിൽ ഉത്സാഹം കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. സഹോദരൻ ആ സങ്കീർത്തനത്തിൽ നിന്ന് പറഞ്ഞത് വളരെ നന്നായിരുന്നു. പക്ഷേ ഇന്ന കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൂടുതൽ പ്രയോജനമായിരിക്കും. ദൈവത്തിൻ്റെ മഹത്വത്തെപ്പറ്റി ചില കാര്യങ്ങളോടൊന്ന് പറഞ്ഞെങ്കിൽ കൂടുതൽ നന്നായിരുന്നു. അപ്പോൾ ഇവരുടെ ജീവിതം വ്യത്യാസപ്പെട്ടു. ഒരു നല്ല പ്രാസംഗികനാകാനുള്ള സഹായം നമ്മൾ ചെയ്തു. പിന്നെ എന്തുണ്ടായി? അദ്ദേഹത്തിന് ഉത്സാഹമായി. ഒന്നും പറയാതിരുന്നാലോ, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കുറ്റം പറഞ്ഞാലോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം ഏതോ ദിവസം എടുത്താൽ ബോറടിയാന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും വിശേഷമുണ്ടോ? അപ്പോൾ 100 കണക്കിന് വിധങ്ങളിൽ നമുക്ക് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാനായിട്ട് കഴിയും, ഹൃദയത്തെ തണുപ്പിക്കാനായിട്ട് കഴിയും. ആ സഹോദരൻ എൻ്റെ ജീവിതത്തിലൊരു തണുപ്പായിരുന്നു. എൻ്റെ ദുർഘടകാലത്ത് എൻ്റെ ദുഃഖങ്ങൾ തന്നെ വഹിക്കേണ്ടതായിട്ട് എനിക്ക് വന്നില്ല. എൻ്റെ കുടുംബത്തോടൊപ്പം പല കാര്യങ്ങളും നമ്മൾ കൺവിക്ഷൻസ് വ്യത്യാസമുണ്ടെന്നുള്ളത് ശരിയാണ്, ആശയങ്ങൾക്ക് വ്യത്യാസമുണ്ട്, പക്ഷേ എന്നെ സഹായിക്കാൻ തയ്യാറായി. സഭയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന വലിയ സേവനങ്ങളൊന്നാണല്ലോ സുവിശേഷ പ്രവർത്തനങ്ങൾ നമ്മൾ മുൻകൈ എടുക്കുക എന്നുള്ളത്. നമ്മുടെ വീട്ടിലേക്ക് സഹോദരന്മാരെ കൊണ്ടിരുന്ന അല്ലെങ്കിൽ അതിഥികളെ കൊണ്ടുവന്നവരോട് അവർക്ക് ദൈവദിന സത്യങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത ആരുമില്ലല്ലോ. പ്രാർത്ഥന എന്ന് പറയുന്ന അതിപ്രധാന ഒരു കാര്യമുണ്ടല്ലേ ബൈബിൾ പറയുന്നത്. പ്രസംഗിക്കാനായിട്ട് എല്ലാവർക്കും കഴിവില്ല, ദാനം കൊടുക്കുവാനായിട്ട് എല്ലാവർക്കും ഒരുപോലെ വരം ഇല്ല, വരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. പ്രാർത്ഥിക്കാനുള്ള അനുവാദം എല്ലാവർക്കും ഇല്ലേ? അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണോ? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളുടെ സഭയിൽ 50 പേരുണ്ടെന്നിരിക്കട്ടെ. ഈ 50 പേർക്ക് വേണ്ടി വർഷത്തിലൊരിക്കൽ പ്രാർത്ഥിക്കുന്നതാണോ, മാസത്തിലൊരിക്കൽ പ്രാർത്ഥിക്കുന്നതാണോ, ഞായറാഴ്ച കൂടിയിട്ട് ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതാണോ? ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. എന്നാൽ നിങ്ങളുടെ രഹസ്യ പ്രാർത്ഥനയിൽ 50 പേരെ ഓർക്കുന്നത് ഒരു സേവനമാണോ അല്ലയോ? സേവനമാണോ? ആണോ? ആരും അറിയുന്നില്ലല്ലോ സേവനത്തെപ്പറ്റി. നിങ്ങൾ രഹസ്യമായിട്ട് നിൻ്റെ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചതല്ലേ? 50 പേർക്ക് കൊണ്ട് എന്നെ പ്രാർത്ഥിച്ച് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് ബൈബിളിലുണ്ട്. അവർ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരണം. എൻ്റെ കർത്താവേ, ആ സഹോദരൻ ഇന്ന വിഷയത്തിൽ ദൈവത്തിനെ സംബന്ധിച്ച് മനസ്സിലായിട്ടില്ല, മനസ്സിലാക്കി കൊടുക്കണം. അദ്ദേഹം ഒരു തേങ്ങലിലാണ്, സത്യം മനസ്സിലാക്കി കൊടുക്കണം. കർത്താവേ, അവരുടെ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞ് സ്കൂളിൽ നിന്ന് പോകുന്നു, കൂട്ടുകാരോട് പാപം ചെയ്യാനിടയാകരുത്, അവരെ വശീകരിക്കാനിടയാകരുത്. കർത്താവേ, പെൺകുട്ടികളാണ്, അവർ കോളേജിൽ പോകുമ്പോൾ ആവശ്യമില്ലാതെ അവരെ സ്വാധീനിക്കാൻ ആർക്കും ഇടയാകരുത്. ആരാ പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ ജോലിയാണ് പ്രാർത്ഥിക്കാൻ. അപ്പോൾ 50 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, തലവേദന മാറ്റണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ അല്പം മതിയായിരിക്കും. പക്ഷേ അവർ ദൈവഹിതം മനസ്സിലാക്കി വളരണം എന്ന് വിചാരിച്ച് അവരെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ എത്ര സമയം വേണം? ഒരാൾക്ക് വേണ്ടി 2 മിനിറ്റ് എടുത്തെന്നിരിക്കുക. 50 ഗുണം 2 100 മിനിറ്റ് വേണം, 2 മണിക്കൂർ വേണം. അപ്പോൾ 2 മണിക്കൂർ എവിടെ? അപ്പോൾ ഇത് യുവജനങ്ങളോട് പറയാറില്ല, വയോജനങ്ങളോട് പറയുന്നത് നല്ല കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് 2 മണിക്കൂർ എടുക്കാനില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ? ഇല്ലേ? അപ്പോൾ അതിനല്ലേ ഈ പിള്ളേരൊക്കെ പ്രായമായി അവരോരോ സ്ഥലത്തായി അവരവരുടെ കാര്യം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര സമയം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദേശത്ത് താമസം നന്മ ചെയ്യാനല്ലേ? അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് പഠിപ്പിക്കാൻ പറയുമ്പോൾ എന്താ പറയണം? ആദ്യം സകലത്തിന് മുൻപേ ഞാനെന്ത് പ്രബോധിപ്പിക്കുന്നു? പ്രാർത്ഥന. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇന്നലെ നിങ്ങൾ മോഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? ഇന്നലെ അമിത്ഷായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? മിനിഞ്ഞാന്ന് നിങ്ങൾ ആദിത്യനാഥ് യോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? അത് ശരിയാണോ പ്രാർത്ഥിക്കാതിരിക്കുന്നത്? ആരാ പിന്നെ പ്രാർത്ഥിക്കേണ്ടത്? ദുഷ്ടന്മാരായ ആളുകൾ നമുക്ക് വേണ്ടി ഭരിക്കുന്നു. ഇവിടെ സുവിശേഷം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. UP പോയി നോക്കണം. നരകത്തെപ്പറ്റി പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാം, നിങ്ങളവരെ പേടിപ്പിക്കുന്നു. സ്വർഗത്തെപ്പറ്റി പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാം, നിങ്ങൾ എന്താ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ മതം അടിച്ചേൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെപ്പറ്റി പറഞ്ഞാൽ യേശുവിനെ പറ്റി മാത്രം പറയുന്നു, അറസ്റ്റ് ചെയ്യാം. എന്തൊരു നാടാണ് ഇത് ഡെമോക്രസിയാണ് ഇവിടെ. ഇത്രയും നാൾ മഹാരാഷ്ട്രയിൽ വല്ല കുഴപ്പമില്ലായിരുന്നു. സുവിശേഷം പറയുന്നതിന് മാത്രമേ എതിരുള്ളൂ. ആ സുവിശേഷം പറഞ്ഞു എന്നല്ലല്ലോ അറസ്റ്റ് ചെയ്യുന്നേ. ഇവൻ എനിക്ക് 500 രൂപ തന്നു, നുണ പറഞ്ഞിട്ടല്ലേ? കോടതി ചെന്നാൽ ജാമ്യമില്ല.
അപ്പം നമ്മൾ ഇതൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യണ്ടേ? സുവിശേഷം പറയുന്നത് നിയമവിരുദ്ധമാക്കിയുള്ള രാജ്യങ്ങൾ ഈ ലോകത്ത് ഈ ദേശത്ത് ധാരാളമുണ്ട്. സുഡാൻ, അൾജീരിയ അങ്ങനെ കിടക്കുകയാണ്. എത്രയോ രാജ്യങ്ങളാണ്, നോർത്ത് കൊറിയ അങ്ങനെ കിടക്കില്ല. അവിടെയൊക്കെ മനുഷ്യരല്ലേ ഉള്ളത്. എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? എന്തുകൊണ്ട് ലിസ്റ്റ് കിട്ടുന്നില്ല? ലിസ്റ്റ് സഭയിൽ കിട്ടുമല്ലോ, അല്ലെങ്കിൽ നെറ്റിൽ നോക്കിയാൽ കിട്ടുമല്ലോ. ഞാൻ എന്നെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. പക്ഷേ പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമുണ്ട്. പ്രത്യേകിച്ച് 56 കഴിഞ്ഞവർക്ക് സമയമുണ്ട്, ജോലിക്കൊന്നും പോകണ്ട. 56 കഴിഞ്ഞാൽ സർക്കാർ പറയുകയാണ് ജോലിയൊക്കെ മതിയാക്കി വീട്ടിലിരുന്നു. പിള്ളേരും പറയും ഇനി അപ്പനമ്മ ഒന്നും ഒരുപാട് അധ്വാനിക്കേണ്ട, നിങ്ങൾ അടങ്ങിയിരിക്കും. ശരി, അടങ്ങിയിരിക്കാം. ഒരാൾ പോരെ, പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരാണ് വലിയ ആൾ. E.M. ബൗൺസ് എന്ന് പറഞ്ഞ സഹോദരൻ പ്രാർത്ഥനയെ പറ്റി 12 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. വായിക്കുന്നതല്ലാണ്, മലയാളത്തിൽ ഇപ്പോൾ കിട്ടും. അതിലൊരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഓൺ എർത്ത് ആർ ദോസ് ഹു പ്രേ, നോട്ട് ദോസ് ഹു പ്രീച്ച് അബൌട്ട് പ്രെയർ, നോട്ട് ദോസ് ഹു തിങ്ക് പ്രെയർ ഈസ് ഗുഡ്, ബട്ട് ദോസ് ഹു ആക്ച്വലി ടേക്ക് ടൈം ആൻഡ് പ്രേ. ഈ ലോകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് പ്രാർത്ഥനയെപ്പറ്റി പഠിപ്പിക്കുന്നവരല്ല, പ്രാർത്ഥന നല്ലതാണെന്ന് പറയുന്നവരല്ല, സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. കാരണം അത് ദൈവത്തിൻ്റെ പരിപാടിയാണ്. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ദൈവം ഉൾപ്പെടുത്തിയ കാര്യങ്ങളാണ്. നമ്മൾ അനുദപിച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്നുള്ളത്. അപ്പോൾ ഇന്ത്യ മഹാരാഷ്ട്രത്തെ കർത്താവിലോട് തിരിക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ ഒന്ന് എനിക്ക് നിങ്ങൾക്കുണ്ട്. നമ്മുടെ സഭകളെ വിശ്വാസത്തിൽ നിലനിർത്താനുള്ള ഉത്തരവാദിത്തത്തിൽ ഒന്ന് നമുക്കുണ്ട്. അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ ഒരു വിശേഷത, നമ്മൾ മരിച്ചാലും പ്രാർത്ഥനയുടെ ഇഫക്റ്റ് നിലനിൽക്കുമെന്നുള്ളതാണ്. മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മാതാക്കന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ലേ? കേൾക്കും. എത്ര ചരിത്ര സാക്ഷ്യങ്ങളാണുള്ളത്. അപ്പന്മാരുടെ പ്രാർത്ഥന കേൾക്കുമില്ലേ? കേൾക്കാതിരിക്കുമോ? അപ്പോൾ അങ്ങനെയുള്ള അനേക സേവനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. നമുക്കുള്ള പൈസയെല്ലാം നമുക്കുള്ളതല്ല. നമ്മളതിനെപ്പറ്റി പ്രസംഗിക്കും, ഈ പൈസയൊന്നും എനിക്കുള്ളതല്ല. പക്ഷെ ചിലവാക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കാറൊന്നുമില്ല. എത്രയോ മിഷൻ ഫീൽഡുകളിൽ അവർക്ക് വേണ്ട വിധത്തിലുള്ള ആഹാരമോ സൗകര്യമോ ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ത്യാഗപരമായിട്ട് അവർക്ക് കൊടുക്കുന്നില്ല? നിങ്ങളാരും കൊടുക്കാത്തവരാണെന്നല്ല ഞാൻ പറയുന്നത്, കൊടുക്കണം. അതൊക്കെ വലിയ സഭാ സേവനമാണെന്ന് പറയാനാണ് ഞാൻ പറയുന്നത്. അനേക നിലയിൽ നമുക്ക് സുവിശേഷ യത്നങ്ങളെ സ്വാധീനിക്കാനായിട്ട് കഴിയും, പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് കഴിയും, ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കാനായിട്ട് കഴിയും, നമ്മുടെ സ്വന്തം വീട് മറ്റുള്ളവർ വന്ന് താമസിച്ച് അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയും, നമ്മൾ മറ്റുള്ളവരുടെ വീടുകൾ വിസിറ്റ് ചെയ്ത് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് കഴിയും, അവരെ ബലപ്പെടുത്താനായിട്ട് കഴിയും, ഏറ്റവും ഉപരിയായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. അടുത്തതായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ നെയ്ബർഹുഡ്, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളോട്, നമ്മുടെ എവിടെയെങ്കിലൊക്കെ താമസിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ അവർ അവിശ്വാസികളായിരിക്കാം, ചിലപ്പോൾ വിശ്വാസികളുമായിരിക്കാം. നമ്മൾ അവരുടെ മുൻപാകെ എന്താണ് കർത്താവിന് വേണ്ടി കൊടുക്കുന്ന സ്വാധീനം? കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ സൽപ്രവൃത്തികളിൽ അവരുടെ മുമ്പിൽ കാണിക്കട്ടെ, നിങ്ങൾ വെളിച്ചവും ഉപ്പുമാണ്. അവരുടെ പ്രയാസങ്ങൾ നമ്മൾ പങ്കിടുന്നു. അവർ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരുടെ ദുഃഖങ്ങൾ നമ്മൾ പങ്കിടുന്നു, അവർക്ക് നന്മ ചെയ്യുന്നു, അവരുടെ കുഞ്ഞുങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നു. ആ ചുറ്റുപാട് ഭംഗിയാക്കിയിടുവാനായിട്ട്, ശുചിയായിട്ട് സൂക്ഷിക്കുവാനായിട്ട് നമ്മളാവുന്ന നമ്മൾ ചെയ്യുന്നു. സമൂഹത്തിൽ നമ്മളെപ്പറ്റിയുള്ള സാക്ഷ്യം എന്താണ്? അവർ കർത്താവായ യേശുവിനെ വിശ്വസിച്ചെന്ന് വരില്ല, പക്ഷേ അവർക്കൊരു കാര്യം അറിയാം, ഇവർ നല്ല ആളുകളാണ്, ഇവർ സത്യസന്ധരാണ്, അവരുടെ മക്കൾ നല്ല ആൾക്കാരാണ്, അവരെ വിശ്വസിക്കാം, അവർ നമുക്കൊരു ദോഷം ചെയ്യില്ല, നന്മ മാത്രമേ ചെയ്യൂ. അപ്പോൾ ഇതവർക്ക് മനസ്സിലായാൽ നമ്മൾ വിശ്വസിക്കുന്ന യേശുവിനെ പറ്റി അവർക്ക് വലിയ അതൃപ്തിയൊന്നും തോന്നാൻ വഴിയില്ല. അല്ലാതുള്ളൊരു ജീവിതം ഒരു കപടഭക്തിയായിട്ട് അവർക്ക് തോന്നും. ഇവരീ പറയുന്നതല്ലാതെ ഇതൊന്നും അവരുടെ ജീവിതത്തിലില്ല. നമ്മുടെ വീട്ടിൽ വേലയ്ക്ക് വരുന്നവർ നമ്മളെപ്പറ്റി എന്ത് പറയും? നമ്മുടെ സ്നേഹം അവർക്ക് കൊടുക്കുന്നുണ്ടോ? അവരുടെ സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ടോ? അത് തൊഴിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. സ്ഥലം മാറിപ്പോകുമ്പോൾ കരയുന്ന അയൽക്കാരും കരയുന്ന തൊഴിൽക്കാരുമുള്ള കുടുംബങ്ങളുണ്ട്. അവരെല്ലാം രക്ഷിക്കപ്പെട്ടവരല്ല, പക്ഷേ ഇവർ നല്ലവരായിരുന്നു. അതിൻ്റെ കാരണം ഇവർ വിശ്വസിക്കുന്ന യേശു നല്ലവരായിരുന്നു. അടുത്തതായിട്ട് നമ്മുടെ പ്രൊഫഷനെ പറ്റി ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പ്രൊഫഷൻ, നമ്മൾ ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ള പൊതുവെ കർത്താവിന് നമ്മെപ്പറ്റിയുള്ള ആഗ്രഹമാണ്. സ്വന്തം പണി ചെയ്ത് ആവശ്യങ്ങൾ നിറവേറ്റുന്നുള്ളത് പൗലോസും മാതൃക കാണിച്ച കാര്യമാണ്. അപ്പോൾ തൊഴിൽ ചെയ്യുന്നതിനെ പറ്റി ഒരു അഭിമാനക്കുറവ് നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ തൊഴിലിലൂടെ നമ്മുടെ മിഷൻ നിർവഹിക്കാനായിട്ടുള്ള അവസരം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ആ തൊഴിൽ കൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം നമ്മളൊന്നും നേടാൻ പോകുന്നില്ല.
ഒന്നാമത് നമ്മുടെ തൊഴിൽ നന്നായിട്ട് ചെയ്യണം, സ്കിൽഫുള്ളായിട്ട് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ പറ്റി ഒരു കുറ്റം പറയാനിടയാകരുത്. അവിടെയും പരിപൂർണതയില്ല. ഇവൻ നല്ലൊരു അധ്യാപകനാണ്, നല്ലൊരു നേഴ്സാണ്, നല്ലൊരു ഡോക്ടറാണ്, നല്ലൊരു കർഷകനാണ്. നമ്മളെപ്പറ്റിയുള്ള സാക്ഷ്യം ആളുകൾ പറയണം, മറ്റുള്ളവരെ സഹായിക്കുന്നവനാണ്. എന്നാൽ ഇദ്ദേഹം ദൈവത്തെ ഉയർത്തുന്നവനാണ്, യേശു ക്രിസ്തുവിനെ എവിടെ ഉയർത്തുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് നല്ലതല്ലേ? എൻ്റെ ഒരു കൂട്ടുകാരൻ ക്ഷേമൻ്റെ കാര്യം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആളുകൊണ്ട് പറയുന്നത് എനിക്ക് സന്തോഷമാണ്. IIT എൻ്റെ കൂടെ എന്നെ പഠിച്ച ഒരാളാണ് അദ്ദേഹം. എന്നെ വളരെ ഉത്സാഹിപ്പിച്ചിട്ടുണ്ട് ആത്മീയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ദൈവവചനം കാണാൻ പഠിക്കുന്ന കാര്യത്തിൽ എന്നെ വളരെ ഉത്സാഹിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ നന്ദിയുണ്ട് അദ്ദേഹത്തെ പറ്റി. നടക്കാൻ പോകണേ എന്നെ കാണുമ്പോൾ ആദ്യം ചോദിക്കും, കോട്ട് എഫേഷ്യൻസ് 2:8, എഫേഴ്സ് 2:8 പറയാൻ പറയും. പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞിട്ട് ഞങ്ങൾ സംസാരിക്കുകയുള്ളൂ. ഫോൺ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ കോട്ട് ജോഷുവ 1:8. അപ്പോൾ ഇതൊക്കെ വെച്ച് എനിക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ അങ്ങനെ സഹായിച്ചുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, നമ്മുടെ ജീവിതം കൊണ്ട് സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും അറിയണം, അതല്ലേ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ അദ്ദേഹം ഡിഫൻസിൽ ജോലി കിട്ടി. നമ്മുടെ അഗ്നി മിസൈൽസിലെ ഒരു സയൻറ്റിസ്റ്റായിട്ട് മാറി അബ്ദുൽ കലാമിൻ്റെ കൂടെ. അബ്ദുൽ കലാം എനിക്ക് അബ്ദുൽ കലാമിനോട് സുവിശേഷം പറയണം, എങ്ങനെ സാധിക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ വിവരിക്കുന്നില്ല. ഇദ്ദേഹം വളരെ എക്സലൻ്റായിട്ടുള്ള ഒരു പ്രവർത്തകനാണ്. അബ്ദുൽ കലാം പുള്ളിയെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്, 10 പേര് എനിക്ക് നഷ്ടപ്പെട്ടാലും ക്ഷേമം ചേട്ടൻ നഷ്ടപ്പെടരുത്, അത്ര ആത്മാർത്ഥമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു പേര് സമ്പാദിച്ചിട്ട് ഇദ്ദേഹം ക്രിസ്തുവിനെ പറ്റി പറഞ്ഞാൽ അബ്ദുൽ കലാം കോപിക്കുമോ? ഇല്ല. പ്രാർത്ഥിച്ചു, അദ്ദേഹം പറഞ്ഞ് 4 പ്രാവശ്യം സുവിശേഷം പറഞ്ഞു. അബ്ദുൽ കലാം സാഹചര്യങ്ങളെ വിവരിക്കുന്നില്ല, ദൈവം അത്ഭുതകരമായിട്ട് സാഹചര്യം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ നല്ലൊരു പ്രൊഫഷൻ കൊണ്ട് IIT അദ്ദേഹത്തെ ദൈവം കൊണ്ടുവരികയും പഠിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് ഇന്ത്യയിലെ ടോപ്പായുള്ള പല സയൻറ്റിസ്റ്റ് സുവിശേഷം കേൾക്കാനിട്ടിടയായി. എനിക്ക് സാധിക്കില്ല, നിങ്ങൾക്ക് സാധിക്കില്ല അത്. പക്ഷെ അദ്ദേഹത്തിന് സാധിച്ചതിൻ്റെ കാര്യം എന്താണ്? എൻ്റെ പ്രൊഫഷൻ കൊണ്ട് ഒരു നല്ല സ്കിൽഫുള്ളായുള്ള ഒരു പ്രൊഫഷണലിസ്റ്റ് ആയിരിക്കുക മാത്രമല്ല, ഞാൻ കർത്താവിന് വേണ്ടി ഒരു ഇൻഫ്ലുവൻസ് ആവണം. അത് സാധിച്ചു. അങ്ങനെയുള്ള പലരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ജോലി നന്നായിട്ട് ചെയ്യും, പക്ഷേ സുവിശേഷം പറയും. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സുവിശേഷം പറയും. ആ മനസ്സിലാകുന്ന ഭാഷ പറയാൻ ഒരു കഴിവ് ദൈവം കൃപ കൊടുത്തേ മതിയാവും. അപ്പോൾ നമ്മുടെ സമൂഹത്തോട് നമുക്കൊരു കടപ്പാടുണ്ട്. നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ലൈറ്റ് ആൻഡ് സോൾട്ട്. ജീവിതത്തിൽ സന്തോഷം എന്താണെന്നറിയാൻ വയ്യാത്ത, യഥാർത്ഥ സ്നേഹം എന്താണെന്നറിയാൻ വയ്യാത്ത, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാൻ പാടില്ലാത്ത ആളുകളുടെ മുമ്പിൽ ഇതെല്ലാം അറിയുന്ന നാം ഒരു ഇൻഫ്ലുവൻസായിട്ട് മാറും. നമ്മെപ്പറ്റിയും പറയാനിടയാകട്ടെ. ദൈവദിനത്തിൻ്റെ സാക്ഷ്യം, ഇനി അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കട്ടെ. എന്നാൽ അവരുടെ പ്രവൃത്തികൾക്ക് വിശ്രമമില്ല, അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു. ദാനിയേൽ വിശ്രമിക്കുന്നു, ദാനിയേലിൻ്റെ പ്രവൃത്തികൾ നമ്മളെ പിന്തുടരുന്നുണ്ട്, നമുക്ക് സഹായമായി. എബ്രഹാമിനെ അതുപോലെ തന്നെ, അപ്പോസ്തലന്മാർ അങ്ങനെ തന്നെയാണ്. എൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം അങ്ങനെ ആയിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മളാരും കൂടുതൽ പ്രസക്തിയുള്ളവരും കുറഞ്ഞ പ്രസക്തിയുള്ളവരുമല്ല. യേശുവിൻ്റെ വലിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ വലിയൊരു വിശ്വാസം ലഭിച്ചവരുമാണ്. എന്നാൽ അവർ ചെയ്ത പ്രവൃത്തി അതുപോലെ ചെയ്യാനായിട്ട് നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നമ്മളെപ്പറ്റി ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ നിലയിൽ. അത് നമ്മുടെ സമയം ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക. കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിൽ നമ്മുടെ മാതൃകയും അവർ കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഉപദേശം മാത്രമല്ല, ഇന്നെ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പ്രായോഗികമായ പരിശീലനം. എനിക്കിതിങ്ങനെ സാധിച്ചതുകൊണ്ട് നിനക്ക് സാധിക്കും. അപ്പോൾ അവർക്കത് സാധിക്കുന്ന അല്പോടെ വ്യത്യാസപ്പെടുത്തിയിട്ടായിരിക്കാം, അവരുടെ പ്രായോഗിക തലത്തിൽ അത് കൊണ്ടുവരണം. അപ്പോൾ പ്രായോഗിക തലത്തിൽ അവരുടെ പരിശീലനം. നമ്മുടെ സഭയിൽ നമ്മൾ കൊടുക്കുന്ന ഹെറിറ്റേജ്, അല്ലെങ്കിൽ അതിനുശേഷം നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ ഈ ഒരുപാട് അധ്വാനമില്ലാത്തതായിട്ടുള്ള നമ്മുടെ ഈ പ്രായം
വാസ്തവത്തിൽ നമ്മൾ ചെറുപ്പത്തിൽ പ്രവർത്തിച്ചതിനേക്കാൾ അധികം പ്രവർത്തിക്കാനുള്ള അവസരമാണ്. അന്ന് പരാധീനതകളുണ്ട്, മക്കളെ പോറ്റണം, ഒരുപാട് പരാധീനതകളില്ല. ഇന്നൊക്കെ അതിൽ നിന്ന് ഒരളവിൽ നമ്മൾ വിശ്രമം പ്രാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയം അത് നോക്കി ഇത് നോക്കിയും വേസ്റ്റ് ചെയ്യരുത്. ടി വി കണ്ടിരിക്കണേ എത്ര മണിക്കൂർ വേണം കണ്ടിരിക്കാം, പ്രയോജനം എന്താണെന്നുള്ള ആലോചിക്കണം. പ്രയോജനം ഉണ്ടേ കണ്ടോ, നിത്യതയുള്ള ബന്ധത്തിൽ പ്രയോജനം ഉണ്ടോ കണ്ടോ. അത് വൈ വേസ്റ്റ് അവർ ലൈഫ്? നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യാനുള്ളതാണോ? നമ്മൾ സെമിത്തേരി പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണോ? അല്ലല്ലോ. സെമിത്തേരി പോകണം, അത് വിഷയമല്ല, നമ്മുടെ ശരീരം വിശ്രമിക്കട്ടെ. പക്ഷേ ജീവിച്ചിരിക്കുന്ന അന്ന് വരെ കർത്താവിന് വേണ്ടി തന്നെ ജീവിക്കും. കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റു പറയാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും.